സ്ലെൻഡർ കോളത്തിൻ്റെ ഡിസൈനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ വരെ നമ്മൾ ചെയ്തത് ഇനീഷ്യൽ മൊമെൻറ്റും അതുപോലെ തന്നെ മൊമെൻറ്റ് ഡ്യൂ ടു മിനിമം എസെൻട്രിസിറ്റിയും രണ്ടും കാൽക്കുലേറ്റ് ചെയ്യും. അതിൽ ഏതാണോ ഗ്രേറ്റർ അത് നമ്മൾ സെലക്ട് ചെയ്യും. അതിൻ്റെ കൂടെ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ആഡപ്പ് ചെയ്യേണ്ടത് അഡീഷണൽ മൊമെൻ്റ് ആണ്. അതായത് മോഡിഫൈഡ് അഡീഷണൽ മൊമെൻറ്റ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഇനി നമുക്ക് മോഡിഫൈഡ് അഡീഷണൽ മൊമെൻറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതിന് മുന്നേ ഒരു കാര്യം ഒന്നുകൂടെ ഒന്ന് പറയട്ടെ. നമ്മൾ ഇനീഷ്യൽ മൊമെൻറ്റ് കണ്ടെത്തുന്ന സമയത്ത് ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. MU(IX) = 0.4 MU(1X) + 0.6 MU(2X). അപ്പോൾ ഈ ഒരു കേസിൽ ഞാനിവിടെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. MU1 എന്ന് പറഞ്ഞാൽ സ്മോളർ മൊമെൻറ്റും MU2 എന്ന് പറഞ്ഞാൽ ലാർജർ മൊമെൻറ്റും ആണ്. അപ്പോൾ ഏതൊരു വീഡിയോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. MU1 ലാർജറും MU2 സ്മോളർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശരിക്കും എന്താണെന്ന് വെച്ചാൽ MU1 സ്മോളർ മൊമെൻറ്റും MU2 എന്ന് പറയുന്നത് ലാർജർ മൊമെൻറ്റും ആണ്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യുക. അത് ഈ ഒരു പ്രോബ്ലം ചെയ്തതിൽ കറക്റ്റാണ്. ഇതിൻ്റെ മുന്നേ ഏതൊരു വീഡിയോയിൽ അത് പറഞ്ഞപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. തിയറി ആയിട്ട് പറയുന്ന സമയത്ത് ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് കറക്റ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അഡീഷണൽ മൊമെൻറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റെപ്പ് 5 ആയിട്ട് വരും. സ്റ്റെപ്പ് 5 കാൽക്കുലേഷൻ ഓഫ് അഡീഷണൽ മൊമെൻറ്റ്. അപ്പോൾ അഡീഷണൽ മൊമെൻറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കോള ഇതാണ്, സ്ലെൻഡർ കോളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കോൾ ഉണ്ടെന്ന് വയ്ക്കുക. ഈ കോളത്തിന് മുകളിലൊരു ലോഡ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ലോഡ് വരുന്ന സമയത്ത് ഈ കോളത്തിന് എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്? ഒരു ബക്ലിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ബക്ലിംഗ് കാരണം ഇവിടെ ഈ ആണ് ബക്ലിംഗ് ഉണ്ടായതെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു എസെൻട്രിസിറ്റി ആണല്ലോ ബക്ലിംഗ് കാരണം ഉണ്ടാകുന്നത്. അത് കാരണം ഉണ്ടാവുന്ന മൊമെൻറ്റിനെയാണ് നമ്മൾ അഡീഷണൽ മൊമെൻറ്റ് എന്ന് പറയുന്നത്. ഡ്യൂ ടു എസെൻട്രിസിറ്റിയാണ് ഈ അഡീഷണൽ മൊമെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അഡീഷണൽ മൊമെൻറ്റിനെ പറ്റിയിട്ട് നമുക്ക് പറയുന്ന ക്ലോസ് എന്ന് പറയുന്നത് ക്ലോസ് 39.7.1 അഡീഷണൽ മൊമെൻറ്റിനെ പറ്റി പറയുന്നത്. അപ്പോൾ അഡീഷണൽ മൊമെൻറ്റ് MXും MYയും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ അതിൽ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ SP16 പേജ് നമ്പർ 106 അഡീഷണൽ മൊമെൻറ്റ് കാണാനുള്ള ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് X ഡയറക്ഷനും Y ഡയറക്ഷനും സെപ്പറേറ്റ് കാണണമെന്ന് അറിയാലോ. അപ്പോൾ നമുക്ക് നോക്കാം. MAX അഡീഷണൽ മൊമെൻറ്റിൻ്റെ X ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ PUD ആണ് നമ്മളപ്പോൾ സെലക്ട് ചെയ്യേണ്ടത്. X ഡയറക്ഷൻ ആകുമ്പോൾ 2000 × LEX X ഡയറക്ഷനിലെ ഇഫക്റ്റീവ് ലെങ്ത് /D². ഇനി MAY ആണെങ്കിൽ അഡീഷണൽ മൊമെൻറ്റ് Y ഡയറക്ഷൻ ആണെങ്കിൽ PUDക്ക് പകരം എന്തായിരിക്കണം? B ആയിരിക്കണം. /2000 × LEY ഇഫക്റ്റീവ് ലെങ്ത് Y ഡയറക്ഷൻ കൺസിഡർ ചെയ്യണം. പിന്നെ താഴെ എന്തായിരിക്കണം? B ആയിരിക്കണം. B². ഈ ഇക്വേഷൻ ഡയറക്റ്റ് നിങ്ങളെ കോഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോഡ് നോക്കി നിങ്ങൾക്ക് അത് അങ്ങോട്ട് നോക്കി എഴുതാവുന്നതാണ്. ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വേറൊരു രീതിയിൽ നമുക്ക് ഈ അഡീഷണൽ മൊമെൻറ്റ് എങ്ങനെ കണ്ടെത്താമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഇവിടെ അറിയാം MAXൻ്റെ ഞാൻ ഒന്നുകൊണ്ട് എടുത്തത്. MAX എന്ന് പറഞ്ഞാൽ PUD 2000 × LEXD² എന്നല്ലേ. അപ്പോൾ ശരിക്കും ഈ അഡീഷണൽ മൊമെൻറ്റ് എന്ന് പറയുന്നത് ആര് കാരണമാണെന്നാണ് പറഞ്ഞത്? എസെൻട്രിസിറ്റി കാരണമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ PU × EX ആണ് ഇവിടെ ശരിക്കും വരുന്നത് അല്ലേ. PU × EX ആണ് എന്ത്? അഡീഷണൽ മൊമെൻറ്റ് ഡ്യൂ ടു X ഡയറക്ഷൻ EX. അപ്പോൾ ഇവിടെ ഈ PU എന്ന് പറഞ്ഞ ടേം ഇവിടെ ഉണ്ട്. ബാക്കി കാണുന്ന ഈ ഒരു ടേം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? EX ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താ ചെയ്താൽ EX = D/2000 × LEXD² എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് EX/D എന്ന് ഞാൻ അങ്ങോട്ട് മാറ്റി എഴുതുന്നതാണ്. EX/D = 1/2000 LEX/D² എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് വേറെ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കണ്ടെത്തേണ്ടത് EX ആണ്. അപ്പോൾ EX കണ്ടെത്തണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആദ്യം എഴുതിയിട്ടുള്ള ഇക്വേഷൻ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് MAX കണ്ടെത്താം. അല്ലെങ്കിൽ നമുക്ക് EX/D എന്ന വാല്യൂ നമുക്ക് ടേബിളാർ ഫോമിൽ നമുക്ക് SP16 പേജ് നമ്പർ 106 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് LEX നമ്മൾ ഒരു X ഡയറക്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ X ഡയറക്ഷനിലെ ഇഫക്റ്റീവ് ലെങ്ത് നമുക്കറിയാം LEX. അതുപോലെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന അതിൻ്റെ ഡയമെൻഷൻ X ഡയറക്ഷൻ ആവുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡയമെൻഷൻ D ആണെന്ന് നമുക്കറിയാം. അപ്പോൾ LEX/Dൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തിയാൽ നമുക്ക് ആ ടേബിളിൽ നിന്ന് ഡയറക്റ്റ് EX/D കിട്ടും. ആ ടേബിൾ ഞാൻ കാണിക്കാം. ഇതാണ് ആ ടേബിൾ പേജ് നമ്പർ 106. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ടേബിൾ 1 അഡീഷണൽ മൊമെൻറ്റ് ഫോർ സ്ലെൻഡർ കംപ്രഷൻ മെമ്പർ എന്ന് കാണാം. അതിൽ LEX/D അല്ലെങ്കിൽ നിങ്ങൾ Y ഡയറക്ഷനാണ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ LEE/B
ആ വാല്യൂസ് ആണ് ഇവിടെ തന്നത്. 12, 13, 14, 15, 16, 17 എന്ന് പറഞ്ഞിട്ട് LEX/D നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വാല്യൂ LEX/D എത്രയാണെന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഫക്റ്റീവ് ലെങ്ത്തും അതുപോലെ തന്നെ D എന്ന് പറയുന്ന ഡയമെൻഷൻ ആണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ആ വാല്യൂ കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടിയത് 14 ആണെങ്കിൽ ആ 14ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഇതാ 0.098. ആ 0.098 ആര് EAX/D. നിങ്ങൾ ബി ഡയറക്ഷനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താ കിട്ടുക EAY/B ആണ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട തന്നെ അധികം ഇക്വേഷൻ ഒന്നും യൂസ് ചെയ്യേണ്ട ഈ ടേബിളിൽ നിന്ന് തന്നെ EAX/Dൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടി 0.098 എന്നാണ് കിട്ടി. നിങ്ങൾ 14 നിങ്ങൾക്ക് കിട്ടിയിരുന്നതെങ്കിൽ LEX/D എന്നുള്ളത് 14 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് EX/D 0.098 എന്ന് കിട്ടി. അപ്പം EX കാണാൻ പിന്നെ എന്താ ചെയ്താൽ മതി D × 0.098 ചെയ്താൽ മതി. അപ്പോൾ EX കിട്ടി. EX കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ MAX അഡീഷണൽ മൊമെൻറ്റ് ഇൻ X ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ PU × EX ചെയ്താൽ മതി. അതുപോലെ തന്നെ Y ഡയറക്ഷനിലും കാണാം. അപ്പോൾ Y ഡയറക്ഷനിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് LEY/B ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. അതിന് കറസ്പോണ്ടിങ് എത്രയാണോ നിങ്ങൾക്ക് വാല്യൂ കിട്ടുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 20 ആണ് കിട്ടിയെങ്കിൽ 20ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0.2 ആണ് നിങ്ങളുടെ ഏത് വാല്യൂ EAY/B എന്ന വാല്യൂ എന്ന വാല്യൂ നിങ്ങൾക്ക് 0.2 കിട്ടി. അങ്ങനെയാണെങ്കിൽ EAY എന്തായിരിക്കും 0.2 × B. അപ്പോൾ EAY കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് MAY എന്ന് പറഞ്ഞാൽ അഡീഷണൽ മൊമെൻറ്റ് Y ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ PU × EAY അഡീഷണൽ മൊമെൻറ്റിൻ്റെ എസെൻട്രിസിറ്റിയും കണ്ടെത്തി. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ടേബിളിൽ നിന്ന് ഡയറക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ SP16 ഇതവിടെ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അഡീഷണൽ മൊമെൻറ്റിൻ്റെ വാല്യൂ കണ്ടെത്താം. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് ചെയ്യാൻ നോക്കാം. നമുക്ക് ഇവിടെ നമ്മുടെ വാല്യൂസ് കണ്ടെത്താം. അപ്പോൾ ഇക്വേഷൻ പ്രകാരം MAXൻ്റെ വാല്യൂ ഞാൻ കണ്ടെത്തുകയാണെങ്കിൽ MAX എന്ന് പറഞ്ഞാൽ PU എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര 1250 ആണ് നമ്മളെ PU. അതുപോലെ D എന്ന് പറയുന്നത് 400 ആണ്. പിന്നെ 2000. പിന്നെ LEX എന്ന് പറഞ്ഞ വാല്യൂ 4750 mm ആണ്. പിന്നെ 400² ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 35.25 kN ആണ്. എക്സ് ഡയറക്ഷനിൽ അഡീഷണൽ മൊമെൻറ്റ് നമുക്ക് കിട്ടിയത് 35.25 kN. അതുപോലെ തന്നെ Y ഡയറക്ഷനിൽ നമുക്ക് കണ്ടെത്തണം. Y ഡയറക്ഷനിൽ കണ്ടെത്തണമെങ്കിൽ PU ഡയറക്റ്റ് ചെയ്താൽ 1250 × 300 ബിക്ക് പകരം 300 എന്ന് എഴുതണം /2000. LEX എന്ന് പറഞ്ഞാൽ 4500 ആണ് നമ്മുടെ വാല്യൂ. 4500 / 300². ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 42.18 kN ആണ്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഈക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് എന്താ നേരത്തെ പറഞ്ഞ പോലെ ഈ ടേബിളിൽ നിന്ന് നമ്മൾക്ക് വാല്യൂസ് സെലക്ട് ചെയ്തിട്ട് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ ടേബിളിൽ നിന്ന് വാല്യൂസ് സെലക്ട് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 12, 13, 14, 15 അങ്ങനെയാണ് ആ വാല്യൂസ് പോകുന്നത്. ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും വാല്യൂസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റർപോളേറ്റ് ചെയ്തിട്ട് വേണം വാല്യൂസ് എടുക്കാൻ. അത് മാത്രമേ ശ്രദ്ധിക്കേണ്ടുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇനി അഡീഷണൽ മൊമെൻ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ അഡീഷണൽ മൊമെൻറ്റിൻ്റെ ഇത് കണ്ടെത്തി. നമ്മളിപ്പോൾ ഇവിടെ കണ്ടെത്തി അഡീഷണൽ മൊമെൻറ്റ് നമ്മളിവിടെ കണ്ടെത്തി. ഇനി അഡീഷണൽ മൊമെൻറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളതിനെ റിഡക്ഷൻ ഫാക്ടറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 6 റിഡക്ഷൻ ഫാക്ടർ. റിഡക്ഷൻ ഫാക്ടറിനെ പറ്റി പറയുന്നത് ക്ലോസ് 39.7.1.1 റിഡക്ഷൻ ഫാക്ടർ ഉള്ളത്. അപ്പോൾ എന്തിനാണ് നമ്മൾ റിഡക്ഷൻ ഫാക്ടറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള അഡീഷണൽ മൊമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, മാക്സിമം ബക്ലിംഗ് കൺസിഡർ ചെയ്തിട്ടാണ്. മാക്സിമം അവിടെ ഉണ്ടാകുന്ന ബക്ലിംഗ്. പക്ഷേ ആക്ച്വൽ കേസിൽ മാക്സിമം ബക്ലിംഗ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതായത് കുറച്ചുകൂടെ കുറവാണ് ബക്ലിംഗ് ഉണ്ടാവാനുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് ഈ വെറുതെ നമ്മൾ ഓവറായിട്ട് ഇതിനെ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട, കുറച്ചൊന്ന് കുറയ്ക്കുക നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് എക്കണോമിക്കലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിഡക്ഷൻ ഫാക്ടർ കണ്ടെത്തുന്നത്. അതങ്ങനെ എഴുതുന്ന നോട്ടായിട്ട് നിങ്ങൾക്ക് എഴുതി വെക്കാം. വി കാൽക്കുലേറ്റഡ് അഡീഷണൽ മൊമെൻറ്റ് based on maximum buckling. In actual case, buckling will be less. So we have to reduce the
So we have to reduce the calculated moment otherwise the design will be uneconomical. Otherwise the design will be uneconomical. അപ്പോൾ നമ്മളിത് റെഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അത്രയും മൊമെൻറ്റ് ആക്ച്വലി ഒക്കെ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ആ മൊമെൻറ്റ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്കണോമിക്കലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്ത് ചെയ്യുമ്പോൾ റിഡക്ഷൻ ഫാക്ടർ കണ്ടെത്തിയിട്ട് നമ്മൾ അതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ റിഡക്ഷൻ ഫാക്ടറിൻ്റെ ഇക്വേഷൻ നമ്മൾ ക്ലോസിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ SP16 പേജ് 106 റിഡക്ഷൻ ഫാക്ടറിൻ്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. റിഡക്ഷൻ ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് PUZ മൈനസ് P ഡിവൈഡഡ് ബൈ PUZ മൈനസ് PB. ഈ വാല്യൂ ആണ് റിഡക്ഷൻ ഫാക്ടർ. അപ്പോൾ ഇത് റെഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതിനൊന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. അപ്പോൾ ഒന്നിനേക്കാളും കുറവായിരിക്കണം നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ. എന്നാലേ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾ വാല്യൂ ചെറുതാവുള്ളൂ, മൊമെൻറ്റ് ചെറുതായി കിട്ടുള്ളൂ. അപ്പോൾ ഇൻ കേസ് നമുക്ക് 1നേക്കാളും കൂടുതലാണ് കിട്ടിയെങ്കിൽ നമ്മൾ എടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 തന്നെയായിരിക്കും. അപ്പോൾ അതിൽ PU എന്ന് പറഞ്ഞാൽ ഇതാണ് PU എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ലോഡ്, ആക്സിയൽ ലോഡ്, നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ആക്സിയൽ ലോഡാണ് PU എന്ന് പറയുന്നത്. ഇനി PUZ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മൾ ക്ലോസ് 39.6 നമ്മൾ PUZൻ്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കിപ്പോൾ ഈ മാക്സിമം ആ ഒരു കോളത്തിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന ലോഡ്, അതാണ് നമ്മൾ PUZ എന്ന് പറയാം. ഏത് സമയത്ത്? അതിൻ്റെ എസെൻട്രിസിറ്റി 0 ആവുന്ന സമയത്ത്. അതായത് നമുക്ക് എസെൻട്രിസിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന ലോഡിൻ്റെ അളവും കുറഞ്ഞു വരും. അപ്പോൾ എസെൻട്രിസിറ്റി 0 ആണെങ്കിൽ അതിന് എത്രത്തോളം ലോഡ് ക്യാരി ചെയ്യാൻ പറ്റും, അതിനെയാണ് നമ്മൾ PUZ എന്ന് പറയുന്നത്. ക്ലോസ് നമ്പർ 39.6 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. മാക്സിമം ആക്സിയൽ ലോഡ് if എസെൻട്രിസിറ്റി ഈസ് 0. എസെൻട്രിസിറ്റി 0 ആണ് സമയത്ത് അതിന് എത്രത്തോളം ലോഡ് ക്യാരി ചെയ്യാൻ പറ്റും, അതിനെയാണ് നമ്മൾ PUZ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് PB എന്ന് പറഞ്ഞാൽ ആക്സിയൽ ലോഡ് കറസ്പോണ്ടിങ് ടു കണ്ടീഷൻ ഓഫ് മാക്സിമം കംപ്രസീവ് സ്ട്രെയിൻ ഓഫ് 0.0035 in concrete and tensile strain of 0.002 in outermost layer of the tension steel. അതായത് മാക്സിമം എസെൻട്രിസിറ്റി വരുമ്പോൾ കോൺക്രീറ്റും സ്റ്റീലിനും മാക്സിമം സ്ട്രെയിൻ വരാൻ എത്ര ലോഡ് കൊടുക്കണം, ആ ലോഡാണ് PB എന്ന് പറയുന്നത്. അതായത് നമ്മൾ എസെൻട്രിസിറ്റി മാക്സിമം ആവുന്ന സമയത്ത് ഒരു മാക്സിമം സ്ട്രെയിന് നമുക്ക് കോൺക്രീറ്റിനും അതുപോലെ തന്നെ സ്റ്റീലിനും എന്താ പറയുക കപ്പാസിറ്റി ആയിട്ടുള്ള മാക്സിമം സ്ട്രെയിൻ ഉണ്ടല്ലോ, ആ മാക്സിമം സ്ട്രെയിൻ എത്തുന്നവരെ എത്രത്തോളം ലോഡ് കൊടുക്കാൻ പറ്റും എപ്പം എസെൻട്രിസിറ്റി മാക്സിമം ആവുമ്പോൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് PB എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ നമ്മൾ ഏതാണെങ്കിൽ ആക്സിയൽ ലോഡ് കറസ്പോണ്ടിങ് ടു the condition of maximum compressive strain of 0.0035 in concrete and tensile strain of 0.002 in outermost layer of tension steel. ഇപ്പോൾ ടെൻഷൻ സ്റ്റീലിലും കോൺക്രീറ്റിലും ഉണ്ടാകുന്ന മാക്സിമം സ്ട്രെയിൻ ആണ് 0.0035 ഇൻ കോൺക്രീറ്റിലും അതുപോലെ 0.002 ഇൻ സ്റ്റീലിലും വരുന്ന ആ മാക്സിമം സ്ട്രെയിൻ വരുന്ന കേസിൽ എത്രത്തോളം ലോഡ് അതിന് താങ്ങാൻ പറ്റും, അതിനെയാണ് നമ്മൾ PB എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഒരു മാക്സിമം എസെൻട്രിസിറ്റി വരുമ്പോൾ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മാക്സിമം എസെൻട്രിസിറ്റി വരുമ്പോൾ കോൺക്രീറ്റിനും സ്റ്റീലിനും മാക്സിമം സ്ട്രെയിൻ വരാൻ എത്ര ലോഡ് കൊടുക്കണം, ആ ലോഡാണ് PB എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് Kn വാല്യൂ കണ്ടെത്തണം. അപ്പോൾ K എന്ന് പറയുന്നത് ജനറലായിട്ട് നമ്മൾ Kനെ പറ്റി പറഞ്ഞു, Kൻ്റെ ഇക്വേഷൻ പറഞ്ഞു, അതുപോലെ തന്നെ അതിലുള്ള ഓരോ ടേംസും എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് K എന്ന് പറയുന്നത് X ഡയറക്ഷനിലും ഒരു മൊമെൻ്റ് ഉണ്ട്, Y ഡയറക്ഷനിലും ഒരു മൊമെൻ്റ് ഉണ്ട്. അപ്പോൾ X ഡയറക്ഷനിൽ ഒരു റിഡക്ഷൻ ഫാക്ടർ കണ്ടെത്തണം, Y ഡയറക്ഷനിലും ഒരു റിഡക്ഷൻ ഫാക്ടർ കണ്ടെത്തണം.
അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി കെ എക്സ് എന്ന് പറഞ്ഞാൽ പി യു സെഡ് എല്ലാവർക്കും സെയിം തന്നെയായിരിക്കും. പി യു ഡിവൈഡഡ് ബൈ പി യു സെഡ് മൈനസ് പി ബി എക്സ്, അതായത് എക്സ് ഡയറക്ഷനിലുള്ള പി ബി നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യണം. ഇനി കെ വൈ ആണെങ്കിൽ പി യു സെഡ് മൈനസ് പി യു ഡിവൈഡഡ് ബൈ പി യു സെഡ് മൈനസ് പി ബി വൈ, അതായത് വൈ ഡയറക്ഷനിൽ മാക്സിമം സ്ട്രെയിൻ വരെ എത്രത്തോളം ലോഡ് കൊടുക്കണം, അതുപോലെ എക്സ് ഡയറക്ഷനിൽ മാക്സിമം സ്ട്രെയിൻ അച്ചീവ് ചെയ്യാൻ എത്രത്തോളം ലോഡ് കൊടുക്കണം, അതാണ് പി ബി എക്സ്. വൈ ഡയറക്ഷനിൽ മാക്സിമം സ്ട്രെയിൻ വരെ എത്രത്തോളം ലോഡ് കൊടുക്കണം എന്നതാണ് പി ബി വൈ. അപ്പോൾ ഈ രണ്ട് വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 കിട്ടണം. അപ്പോൾ 1 കൂടുതലാണെങ്കിൽ നമ്മൾ 1 എടുക്കണം. ഇനി നമുക്ക് ഓരോ ടേംസ് ആയിട്ട് കണ്ടെത്താം. അത് തന്നെ പി യു സെഡ് കണ്ടെത്താം. പി യു സെഡ് കണ്ടെത്താൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് പി യു സെഡ് എങ്ങനെ കണ്ടെത്താമെന്ന്. ക്ലോസ് 39.6 പി യു സെഡ് എങ്ങനെ കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ 0.45 എഫ് സി കെ എ സി പ്ലസ് 0.75 എഫ് ഐ എ എസ് സി. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ആ ക്ലോസിലുണ്ട്. ആ ഡയറക്റ്റ് ആ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? പി യു സെഡ് കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ പി യു സെഡ് കണ്ടെത്തണമെങ്കിൽ നമുക്ക് എ സിയും എ എസ് സിയും അറിയണം വേണ്ടേ? എ സി കോൺക്രീറ്റിൻ്റെ ഏരിയ എത്രയാണ്, അതുപോലെ തന്നെ എ എസ് സി എത്രയാണ് നമുക്കറിയണം, സ്റ്റീലിൻ്റെ ഏരിയ എത്രയാണ് നമുക്കറിയണം. പക്ഷേ സ്റ്റീലിൻ്റെ ഏരിയ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റീലിൻ്റെ ഏരിയ നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഒരു പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ നമ്മളിവിടെ അസ്യൂം ചെയ്യും. നമ്മൾ കണ്ടെത്താൻ പോകുന്ന സാധനം നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് തന്നെ അസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അസ്യൂം 3% ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റ് equally distributed on 4 sides. നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ തന്നെ അസ്യൂം ചെയ്ത് വെക്കും. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ പി യു സെഡ് കാൽക്കുലേറ്റ് ചെയ്യണം. പി യു സെഡ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ അറിയണം. അപ്പോൾ നമുക്കത് അറിയാത്തതുകൊണ്ട് നമ്മളത് അസ്യൂം ചെയ്യും. അപ്പോൾ നമ്മൾ ഇത് എന്താ പറയുക, സെൻറ്റർ കോഡ് അതിനോട് അറൗണ്ട് 3% നമുക്ക് അസ്യൂം ചെയ്യാം. 3% തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തൊട്ട് കൂടുതലായിട്ടുള്ള വാല്യൂ നമുക്ക് അസ്യൂം ചെയ്തിട്ട് ചെയ്യാം. ഇവിടെ 3% ആണ് നമ്മൾ അസ്യൂം ചെയ്തത്. അതുപോലെ 4 സൈഡും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആകുന്ന കേസായിട്ട് നമ്മൾ അസ്യൂം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എ എസ് സി പറഞ്ഞാൽ എന്തായിരിക്കും? എ എസ് സി എന്ന് പറഞ്ഞാൽ 3% ഓഫ് എ ജി ആയിരിക്കുമല്ലോ. അപ്പോൾ 3/100 ഇൻറ്റു 300/400, അതാണ് നമ്മുടെ ഗ്രോസ് ഏരിയ. അത് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 3600 mm² എന്ന് കിട്ടും. അപ്പോൾ എ സി ആണ് എ സി അതാണെങ്കിൽ എ സി എന്തായിരിക്കും? എ ജി മൈനസ് എ സി ആയിരിക്കും. അപ്പോൾ എ ജി എന്ന് പറയുന്നത് നമുക്കറിയാം 120000 മൈനസ് 3600. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ സിൻ്റെ വാല്യൂ 116400 mm² എന്ന് കിട്ടും. അതിൽ നിന്ന് അത് മൈനസ് ചെയ്താൽ ഇനി നമുക്ക് പി യു സെഡിൽ നമ്മൾ കണ്ടെത്തിയ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് പി യു സെഡ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ പി യു സെഡ് എന്ന് പറഞ്ഞാൽ 0.45 എഫ് സി കെ എന്ന് പറയുന്നത് M30 അതിനോട് 30 ആണ് ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് 116400 പ്ലസ് അതിൽ കൂടെ എന്താണ് വേണ്ടത് 0.75 എഫ് ഐ എന്ന് പറയുന്നത് FE 415 അതിനോട് 415 ആയിരിക്കും ഇൻറ്റു എ എസ് സി എന്ന് പറയുന്നത് 3600. അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് പി യു സെഡിൻ്റെ വാല്യൂ 2691.9 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടെത്താണത് പി ബി ആണ്. പിന്നെ പി യു നമുക്ക് പിന്നെ ഇക്വേഷനിലെ പി യു നമുക്കറിയാം. അപ്പോൾ നമ്മൾ പി യു സെഡ് കണ്ടെത്തി, പി യു നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പിന്നെ പി യു സെഡ് പിന്നെ പി ബി ആണ് കണ്ടെത്തുന്നത്. പി ബി എക്സും പി ബി വൈയും ആണ് നമുക്ക് ഇനി നെക്സ്റ്റ് കണ്ടെത്താണത്. ഇനി എങ്ങനെയാണ് പി ബി കണ്ടെത്താൻ നോക്കാം. പി ബി കണ്ടെത്തണമെങ്കിൽ നമ്മുടെ പേജ് നമ്പർ 171 SP16 ആണ് പി ബി കണ്ടെത്താനുള്ളത് ഒരു ടേബിളർ കോളം കൊടുത്തത്. അപ്പോൾ നമുക്ക് ആ ക്ലോസ് നോക്കുകയാണെങ്കിൽ ഇതാണ് ആ ടേബിളർ ഫോം. ഇതിൽ തന്നിട്ടുണ്ട് സ്ലെൻഡർ കംപ്രഷൻ മെമ്പർ വാല്യൂസ് ഓഫ് പി ബി എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മളെ റെക്റ്റാങ്കുലർ സെക്ഷൻ ആണെങ്കിൽ പി ബി ബൈ എഫ് സി കെ ബി ഡി സീക്വൽ ടു K1 + K2 ഇൻറ്റു പി ബൈ എഫ് സി കെ. സർക്കുലർ കോളം ആണെങ്കിൽ താഴെ വേറൊരു ഇക്വേഷൻ ഉണ്ട്. ബി ഡിക്ക് പകരം എന്താ ബിയും എന്തായിരിക്കും ഡീനായിരിക്കും. അപ്പോൾ D³ എന്ന് വരും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ ബി ഡി എന്നാണ്. സർക്കുലർ കോളാകുമ്പോൾ ബിയും വരും, ബി തന്നെയായിരിക്കും ഡി. അപ്പോൾ D² എന്ന് വരും. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ K1 K2 ഇൻറ്റു പി ബൈ എഫ് സി കെ എന്നാണ് ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്കിനി നെക്സ്റ്റ് പി ബൈ എഫ് സി കെ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലാണ്. പി ബൈ എഫ് സി കെ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലാണ്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ എന്താണെന്ന് നമ്മളിപ്പോൾ ഇവിടെ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. 3% ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3/FC ആണ് ഈ പി ബൈ എഫ് സി കെ എന്ന് പറയുന്നത്.
ഇനി നെക്സ്റ്റ് നമുക്ക് K1 ഉം K2 ഉം കണ്ടെത്തണം. ഈ K1 ഉം K2 ഉം കണ്ടെത്തുന്നത് അതിൻ്റെ തൊട്ട് താഴെ തന്നെയുള്ള ഈ 171 തന്നെ തൊട്ട് താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ K1 ഉം K2 എങ്ങനെ കണ്ടെത്താമെന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം സെക്ഷൻ്റെ D'/D നമ്മൾ കണ്ടെത്താം. D' എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ് കവർ കണ്ടെത്തിയിട്ട് D'/D കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടെത്താം? നമ്മൾ വാല്യൂ 0.05 ആണോ, 0.1 ആണോ, 0.15 ആണോ, 0.2 ആണോ എന്ന് കിട്ടും. അതിന് കറസ്പോണ്ടിങ് ആണ് നമുക്ക് ഏതാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് 0.15 ആണെങ്കിൽ 0.15ന് കറസ്പോണ്ടിങ് ആണ് നമ്മുടെ ഏതാ റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ 0.196 എന്നുള്ളതായിരിക്കും നമ്മുടെ K1 എന്ന് പറഞ്ഞ വാല്യൂ. ഇനി K2 എന്ന് പറഞ്ഞ വാല്യൂ കണ്ടെത്തണമെങ്കിൽ D'/D കണ്ടെത്തുക. നമ്മൾ D'/D 0.15 ആണെങ്കിൽ ഈ ഒരു സെക്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ കോളം ഈക്വൽ റെയിൻഫോഴ്സ്മെൻറ്റ് 2 സൈഡ്സ്. റെക്റ്റാങ്കുലർ കോളം ഈക്വൽ റെയിൻഫോഴ്സ്മെൻറ്റ് 4 സൈഡ്സ്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തത് എന്തായിരുന്നു? ഈക്വൽ റെയിൻഫോഴ്സ്മെൻറ്റ് ഓൺ 4 സൈഡ്സ് എന്നുള്ള രീതിയാണ് നമ്മൾ അസ്യൂം ചെയ്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു സെക്ഷനാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഈ ഒരു സെക്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇതിൽ തന്നെ നമ്മുടെ ഏതൊക്കെയാണ്? FY 250 ഉണ്ട്, 415 ഉണ്ട്, 500 ഉണ്ട്. നമുക്ക് ഏതാണ് വേണ്ടത്? 415 ആണ് വേണ്ടത്. നമ്മൾ ആ ഒരു സ്റ്റീലല്ലേ സെലക്ട് ചെയ്തത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വാല്യൂ എന്ന് പറയുന്നത് 0.203 എന്ന് വരും. അപ്പോൾ ഈ ഒരു ടേബിൾ കോളത്തിൽ നിന്നാണ് നമുക്ക് K1 ഉം K2 ഉം കിട്ടുക. അപ്പോൾ K1 K2 അപ്പോൾ നമുക്ക് അതിൽ അറിയാത്തതെന്ന് പറഞ്ഞ വാല്യൂസ് ഒന്നുമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ PBX ആണ് കണ്ടെത്തുന്നതെങ്കിൽ PBX എന്ന് എഴുതുക ഡിവൈഡ് ബൈ FCK BD. അപ്പോൾ PBX നമുക്കറിയില്ല, FCK 30 ആണെന്നറിയാം, B നമുക്കറിയാം, D നമുക്കറിയാം. സീക്വൽ ടു K1 നമുക്ക് ഈ ടേബിൾ കോളത്തിൽ നിന്ന് കണ്ടെത്താം ഇൻറ്റു K2 ഇൻറ്റു P/FCK. K2 നമുക്ക് ഈ കോളത്തിൽ നിന്ന് കണ്ടെത്താം. P/FCK എന്ന് പറഞ്ഞാൽ നമ്മൾ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ നമ്മൾ 3% അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു 3% ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? PBX കിട്ടും. അതുപോലെ തന്നെ PBYയും കാൽക്കുലേറ്റ് ചെയ്യും. ഇത് നമ്മൾ D' കണ്ടെത്തണം. ഇപ്പോൾ D' എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ് കവറാണ്. അപ്പോൾ ഇഫക്റ്റീവ് കവർ നമുക്ക് ഏകദേശം ഒരു 60 mm ഒക്കെ നമുക്ക് അസ്യൂം ചെയ്യാം D' എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് പ്രോബ്ലം കംപ്ലീറ്റ് ആക്കാം. ആ പേജ് നമ്പർ 171 നമ്മൾക്ക് കണ്ടെത്തണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് D' നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പോൾ D' എന്ന് പറയുന്നത് അസ്യൂം D' is equal to 60 mm. D' 60 mm ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് D'/D കാണാം. D'/D X ഡയറക്ഷനിൽ കാണുന്നത് നമുക്ക് കണ്ടെത്താൻ പോകുന്നത് PBX ആണ്. PBX കണ്ടെത്തണമെങ്കിൽ D'/D കൺസിഡർ ചെയ്യണം. അപ്പോൾ 60/400 അത് ചെയ്യുന്ന സമയത്ത് 0.15 എന്ന് കിട്ടും. അപ്പം ആ 0.15 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടേബിളിൽ നിന്ന് നോക്കുമ്പോൾ 0.15ന് കറസ്പോണ്ടിങ് ആയിട്ട് K1ൻ്റെ വാല്യൂ 0.196 കിട്ടും. K2ൻ്റെ വാല്യൂ 0.203 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. PBX ആണ് നമുക്കറിയാത്തത് ഡിവൈഡഡ് ബൈ FCK BD. FCK എന്ന് പറയുന്നത് 30 ആണ്, BDക്ക് 300/400 വരും. സീക്വൽ ടു K1ൻ്റെ വാല്യൂ 0.196 പ്ലസ് K2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.203 ഇൻറ്റു P/FCK. P/FCK എന്ന് പറയുമ്പോൾ P എന്ന് പറയുന്നത് 3% ആണ്. നമ്മൾ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. പെർസെൻറ്റേജ് ആയാൽ പിന്നെ by100 ഒന്നും ചെയ്യേണ്ട. പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ഡിവൈഡ് ബൈ FCK എന്ന് പറയുന്നത് 30. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PBXൻ്റെ വാല്യൂ 778.68 kN എന്ന് കിട്ടും. ഇനി ഇതുപോലെ തന്നെ നമ്മൾ എന്തും കാണണം? PBYയും കാണണം. PBY കാണാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ D'/B ആണ് കണ്ടത്. അത് നമ്മൾ D'/B കാണണം. അപ്പോൾ D' നമ്മൾ അസ്യൂം ചെയ്ത് എത്ര? 60. നമ്മൾ B എന്ന് പറയുന്നത് 300 ആണ്. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0.2 കിട്ടും. അപ്പോൾ ആ ടേബിളർ കോളത്തിൽ നിന്ന് D'/D 0.2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ ടേബിൾ നോക്കി എടുക്കുമ്പോൾ K1 എന്ന് പറഞ്ഞ വാല്യൂ 0.184 എന്ന് കിട്ടും. K2 എന്ന വാല്യൂ 0.028 കിട്ടും. ഈ രണ്ട് വാല്യൂസും കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ PBY ഡിവൈഡഡ് ബൈ FCK DB. BD അല്ല DB. അതിപ്പോൾ എങ്ങനെ എഴുതിയാലും വ്യത്യാസം വരില്ല, കാരണം പവർ ഒന്നുമില്ലല്ലോ. അപ്പോൾ 400/300 സീക്വൽ ടു K1 എന്ന് പറയുന്നത് 0.184 പ്ലസ് K2 0.028 K2 ഇൻറ്റു P/FCK. P എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ, FCK എന്ന് പറഞ്ഞാൽ 30. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് PBYൻ്റെ വാല്യൂ 672.48 kN എന്ന് കിട്ടി. അപ്പോൾ ഈ രണ്ട് വാല്യൂ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് KXും KYയും ഇനി കണ്ടെത്താം. ഇനി KX കണ്ടെത്തണമെങ്കിൽ
എന്തായിരുന്നു ഇക്വേഷൻ? പി യു സെഡ് മൈനസ് പി യു ഡിവൈഡ് ബൈ പി യു സെഡ് മൈനസ് പി ബി എക്സ്. എല്ലാ വാല്യൂസും നമ്മളിവിടെ കണ്ടെത്തി. പി യു സെഡിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയത് 2691.9 ആയിരുന്നു. പി യുവിൻ്റെ വാല്യൂ കിട്ടിയത് 1250 ആണ്. അതുപോലെ തന്നെ പി യു സെഡിൻ്റെ വാല്യൂ 2691.9. പി ബി എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയത് 778.68 എന്നാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.75 ആണ്. ലെസ് ദാൻ അവർ ഈക്വൽ ടു 1 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 0.75 എടുക്കാം. ഇനി ഇൻ കേസ് അത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമ്മൾ എന്ത് എടുക്കണം? 1 എടുക്കേണ്ടി വരും. അതുപോലെ നെക്സ്റ്റ് നമുക്ക് കെ വി കാൽക്കുലേറ്റ് ചെയ്യാം. കെ വി ഈസ് ഈക്വൽ ടു പി യു സെഡ് എന്ന് പറഞ്ഞാൽ 2691.9